Hi, welcome to Lash Class. BA തേർഡ് സെമിസ്റ്റർ MDC ഫോർ ലാംഗ്വേജസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് ഏതെല്ലാം മൊഡ്യൂൾസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും അതെങ്ങനെ ആൻസർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ യൂണിവേഴ്സിറ്റി വെയിറ്റേജ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിലും ലാസ്റ്റ് മൊഡ്യൂളിലും നമുക്ക് 10 മാർക്കാണ് വരുന്നത്. സെക്കൻഡ് തേർഡ് മൊഡ്യൂൾസ് നമുക്ക് 15 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് തേർഡ് മൊഡ്യൂൾസാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. എന്നാൽ ഫസ്റ്റ് ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കേണ്ടതെന്നല്ല, അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. എങ്കിൽ തന്നെയും കുറച്ചധികം വെയിറ്റേജ് നമുക്ക് സെക്കൻഡ് തേർഡ് മൊഡ്യൂളിന് വരുന്നതായിട്ട് കാണാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമുക്ക് പതിവ് രീതിയിൽ തന്നെയാണ് വരുന്നത്. 3 സെക്ഷനിലായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്നത്. ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ തീം ബേസ്ഡ് ആയിട്ടോ പുറമേ നിന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല. എല്ലാം ഡയറക്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനും ആൻസർ ചെയ്യാനൊക്കെ അതുകൊണ്ട് എളുപ്പമുണ്ടായിരിക്കും. ഇനി ഫസ്റ്റത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ് വരുന്നത്. സീലിംഗ് 16 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 16 കിട്ടും. എന്നാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസിനകത്ത് അര മാർക്കോ 1 മാർക്കൊക്കെ മിസ്സാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സീലിംഗിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി ആദ്യത്തെ ചോദ്യം വരുന്നത് ഓഫ് വൺ കൈൻഡ് വൺ ഫെയ്ത്ത് വൺ ഗോഡ് ഈസ് മാൻ. കമൻറ്റ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പോയത്തിൽ നിന്ന് ജാതി നിർണ്ണയം എന്നൊരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള ആ ഒരു വരിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, മനുഷ്യരെല്ലാവരും ആക്ച്വലി ഈക്വലാണ്. ഈ ജാതി, മതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഗുരു പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ കമൻറ്റ് ചെയ്യുന്നത്. Then, what happens when the narrator faces the camera in KG Shankarapillai's poem? ഇനി ഫോട്ടോസ് ഇൻ വേരിയസ് പോസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ നരേറ്റർ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പോയത്തിൽ പറയുന്നത് അയാളുടെ ഈ കൈയും കാലും കണ്ണും മൂക്കൊക്കെ വേർപെട്ട് പോകുന്ന രീതിയിൽ, അയാളിങ്ങനെ ഇല്ലാതായി പോകുന്ന രീതിയിലാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് ആ പോയത്തിനകത്ത് പറയുന്നത്. ദെൻ വൈ വാസ് വെള്ളി എക്സ്പെൽഡ് ഫ്രം സ്കൂൾ? അഗഡ് നായക എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വെള്ളി എന്ന് പറയുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ വെള്ളി സ്കൂളിലേക്ക് ഒരു തവളയെ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കപ്പ കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് അവൻ്റെ ലാംഗ്വേജിൽ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവള ആയതുകൊണ്ട് അവൻ ഒരു തവളയെ കൊണ്ടുവരുന്നു. അത് ടീച്ചറിനെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടാണ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് നമ്മൾ കാണുന്നത്. ദെൻ ഹൗ ഡസ് പണിക്കർ നറേറ്റ് ദി ആക്ട്സ് ഓഫ് അറുകൊല ഇൻ ദ ഫിലിം കണ്ടിട്ടുണ്ട്? ഇനി കണ്ടിട്ടുണ്ട് എന്നുള്ള ഷോർട്ട് ഫിലിമിനകത്ത് അറുകൊല എന്ന് പറയുന്നതിൻ്റെ ആക്ടിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നു. അപ്പോൾ അറുകൊല എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകളുടെ പുറകെ വന്നുകൊണ്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഭയപ്പെടുത്തുമെന്ന രീതിയിലാണ് ആ ഷോർട്ട് ഫിലിമിനകത്ത് പറയുന്നത്. അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി മറ്റ് എല്ലാം ആ ഷോർട്ട് ഫിലിമിൽ വരുന്ന പോലെ തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. Then what is the issue dealt with in the movie അഗഡു നായക? അഗഡു നായക എന്ന ഷോർട്ട് ഫിലിമിനകത്ത് എന്ത് ഇഷ്യൂ അല്ലെങ്കിൽ വിഷയമാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള പ്രാതിനിധ്യം എന്ന ഒരു വിഷയമാണ് അവിടെ എടുത്ത് കാണിക്കുന്നത്. കാരണം ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരുടെ ഭാഷയിലല്ല ടെക്സ്റ്റ് ബുക്കോ സ്കൂളോ കാര്യങ്ങളോ ഉള്ളത്. വേറൊരു ഭാഷയിൽ, അതായത് മലയാളത്തിൽ അവർക്ക് പഠിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം അവരുടെ ഭാഷയല്ല അത്. അപ്പോൾ അവരുടെ ഭാഷ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കൊരു വിദ്യാഭ്യാസം വേണമെന്നുള്ള ആ ഒരു വിഷയമാണ് ഈ അഗഡു നായക എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിനകത്ത് അവതരിപ്പിക്കുന്നത്. വിച്ച് ആർട്ട് ഫോം ഈസ് ഷോക്കേസ്ഡ് ഇൻ 9 ലൈവ്സ്? ഈ ഒരു ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. 9 ലൈവ്സ് എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ നമുക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. ഇവിടെ റെഫർ ചെയ്യുന്നത് 9 ലൈവ്സ് ഇൻ ദ സെർച്ച് ഓഫ് സേക്രഡ് ഇൻ ദ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന വില്യം ഡാർലിമിൻ്റെ ബുക്കാണ്. ആ ബുക്കിൽ നിന്നാണ് നമ്മുടെ ഡാൻസർ ഓഫ് കണ്ണൂർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്ററാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഡാൻസർ ഓഫ് കണ്ണൂരിൽ നമുക്കറിയാം തെയ്യം എന്നുള്ളൊരു ആർട്ട് ഫോമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദ ലിറ്റിൽ ഗേൾ ഇൻ പ്രിയ എസ് സ്റ്റോറി? ഇനി പ്രിയ എസിൻ്റെ 9 ടൈംസ് ടേബിൾ ആൻഡ് ഒണിയൻ കറി എന്നുള്ള ഷോർട്ട് സ്റ്റോറിക്കകത്ത് ആ കുട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്നു. ആ കുട്ടിക്ക് ഒരുപാട് പണം സമ്പാദിക്കണം എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. അത് ആ കുട്ടിക്ക് ആർഭാടായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് അമ്മയെ സഹായിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ കുട്ടിയിൽ നമ്മൾ കാണുന്നത്. ഹു ആർ ബിലീവ് ടു ബി ദ ക്രിയേറ്റേഴ്സ് ഓഫ് ചവിട്ട് നാടകം?
ഇനി ചവിട്ട് നാടകം ക്രിയേറ്റ് ചെയ്തത് ആരാന്ന് ചോദിക്കുന്നു. ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വന്നിട്ടുള്ള പോർച്ചുഗീസ് മിഷണറിമാരാണ് ഇവിടെ യൂറോപ്യൻ ആർട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ആർട്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ചവിട്ട് നാടകം ആരംഭിച്ചതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. വാട്ട് ഈസ് ദ സെൻട്രൽ കൺസേൺ ഇൻ ദ മൂവി 1956 സെൻട്രൽ ട്രാവൻകൂർ. ഇനി 1956 സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള സെൻട്രൽ കൺസേൺ അല്ലെങ്കിൽ തീമാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഈ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം എന്നുള്ള ആ ഒരു വിഷയമാണ് അവിടെ അടുത്ത് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹ്യൂമൻ വേഴ്സസ് വൈൽഡ്, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെ നമ്മൾ അതിനകത്ത് കാണുന്നു. Then what is the moral of the story? The rich man's vessel. ഇനി റിച്ച് മാൻസ് വെസൽ എന്ന് പറയുന്ന സ്റ്റോറിക്കകത്തുള്ള മോറൽ അല്ലെങ്കിൽ സന്ദേശം എന്താണെന്ന് ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന അത്യാഗ്രഹം ആപത്താണ് എന്ന് പറയുന്ന ആ ഒരു തീമാണ് നമ്മളതിൽ കാണുന്നത്. നമ്മൾ ഗ്രീഡ് അല്ലെങ്കിൽ അത്യാഗ്രഹം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. 24 മാർക്കാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് 1-2 മാർക്കൊക്കെ മിസ്സാവുകയാണെങ്കിൽ ഇത് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സീലിംഗിൻ്റെ അടുത്ത് എത്താവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്രിട്ടിക്കലി കമൻറ്റ് ഓൺ നൂർ ജലീലാസ് ടെഡ് ടോക്ക്. നൂർ ജലീലയുടെ ടെഡ് ടോക്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഹൗ ഐ ലേൺ ടു ലിവ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിനകത്ത് അവരുടെ ഈ ഒരു ഡിസബിലിറ്റി വെച്ചുകൊണ്ടും എങ്ങനെയാണ് അവർ ലൈഫിൽ അച്ചീവ് ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അത് പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള മെസ്സേജ് എന്ന് വരുന്നത് ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് അവർ പറയുന്നത്. അവർക്ക് കൈകളും കാലുകളും ഇല്ല എന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ അവരതിലല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് അവർക്കുള്ള കഴിവുകൾ എന്താണ് അതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ നന്നായി പഠിക്കുന്നുണ്ട്, MA പഠിക്കുകയാണ് ഈ ടെഡ് ടോക്ക് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ അവർ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ ഉള്ള കാര്യങ്ങൾ എന്താണ് എന്നതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദൈവം അവർക്ക് നൽകാതിരുന്ന കാര്യങ്ങളിലല്ല നൽകിയ കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നന്ദി പ്രകടിപ്പിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ വേറൊരു തീം അതിലവർ ഡിസ്കസ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഇതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിളിനോട് സൊസൈറ്റി പലപ്പോഴും ഇൻസെൻസിറ്റീവായിട്ട് ഇങ്ങനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആ ഒരു പെരുമാറ്റം രീതികളൊക്കെ മാറ്റണമെന്നുള്ളൊരു സന്ദേശവും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് അവരുടെ ടീം നമ്മൾ കാണുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ദെൻ കമൻറ്റ് ഓൺ ദ തീമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ദ ഷോർട്ട് ഫിലിം. കണ്ടിട്ടുണ്ട്. ഇനി കണ്ടിട്ടുണ്ടോ എന്നുള്ള ആനിമേഷൻ ഷോർട്ട് ഫിലിമിനകത്തുള്ള തീമാറ്റിക് പ്രസൻറ്റേഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലെ തീം നമുക്കറിയാം. ഈ ലെജൻസ് അല്ലെങ്കിൽ മിത്തുകൾ എന്നുള്ള ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അതൊരു ഓറൽ ട്രഡീഷനിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ നമ്മൾ മുത്തശ്ശി കഥ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കഥ പറയുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ആ ഒരു നരേഷൻ്റെ തന്നെ പ്രാധാന്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതിൽ ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ അയാളുടെ സ്വന്തം എക്സ്പീരിയൻസസ് എന്ന രീതിയിലാണ് ആൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കണ്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ തീമാറ്റിക് പ്രസൻറ്റേഷനിൽ നമ്മൾ കാണുന്നത്. അതായത് ഈ ഒരു മിത്തുകളെ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണുന്നത്. ദെൻ ഡിസ്ക്രൈബ് ഹൗ ധനഞ്ജയൻ പോർട്രേസ് ദ കൊളോണൈസേഴ്സ് ലൂട്ട് ഓഫ് ദ ലാൻഡ്. നമ്മൾ ബാലഡ് ഓഫ് കൊച്ചി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഈ കൊളോണൈസേഴ്സിൻ്റെ ലൂട്ട് ഓഫ് ലാൻഡ് നമ്മളിത് പണ്ട് മുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ്. വിദേശികളോട് വന്നിട്ട് ഇവിടുത്തെ സമ്പത്തൊക്കെ കൊള്ളയടിച്ചു പോയി എന്നുള്ളൊരു കാര്യം. അത്തരം ഒരു കാര്യത്തിനെ ഒരു സബാൾട്ടേൺ പെർസ്പെക്റ്റീവിലാണ് നമ്മുടെ ഈ പോയത്തിനകത്ത് കാണുന്നത്. ഈ തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഒരു വീക്ഷണത്തിലൂടെ അത് കാണുന്നു. അപ്പോൾ അതിലും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വിദേശികളോട് വരുന്നു, ഇവിടുത്തെ ഏലം, കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരിവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ആദ്യം അവർ കച്ചവടം എന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അവർ പൈസ കൊടുക്കാതെയാവുന്നു. ഇനി പൈസ കൊടുക്കുമ്പോഴും എന്താണ് അവിടെ എല്ലാം ജോലി ചെയ്യുന്നത് ഈ താഴെ തട്ടിലുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള കൂലിയൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അവരെ കൂടി നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കൊളോണൈസേഴ്സിൻ്റെ ലൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോയത്തിനകത്ത് പറയുന്നത്. ഇനി എലാബറേറ്റ് ഓൺ ദ ഹങ്കർ മോട്ടീഫ് ഇൻ ബിരിയാണി. ഇനി ബിരിയാണി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഹങ്കർ എന്ന് പറയുന്ന ഒരു മോട്ടീവ് അല്ലെങ്കിൽ തീമിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹങ്കർ ഈ സ്റ്റോറിക്കകത്തുള്ള സെൻട്രൽ തീമാണ്. ഇതിനകത്ത് എന്താണ്
ഈ പട്ടിണി മൂലം സ്വന്തം മകൾ മരിച്ചു പോയിട്ടുള്ള ഒരാളെ വേസ്റ്റായിട്ട് വന്നിട്ടുള്ള ബിരിയാണി കുഴിച്ചു മൂടുന്നൊരു ജോലിക്ക് വിളിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ആ ഒരു കോൺട്രഡിക്ഷൻ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് ആളുകൾക്ക് ഈ ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം, മറുഭാഗത്ത് സമ്പന്നരായിട്ടുള്ള ആളുകൾ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നു എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് രണ്ടും വിറ്റ്നസ് ചെയ്യേണ്ടി വരുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറാണ് നമ്മുടെ സ്റ്റോറിയിൽ വരുന്നത്. അത്തരത്തിലാണ് ഇതിനകത്ത് ഈ ഹങ്കർ എന്ന് പറയുന്ന ഒരു മോട്ടീഫൊക്കെ വരുന്നത്. ഇനി ഹൗ ഡസ് അംബിക സുധൻ മങ്ങാട് ബ്രിങ് ഔട്ട് ദ ഡിസാസ്റ്റർസ് പ്ലേറ്റ് ഓഫ് മോഡേൺ മാൻ ഇൻ ദ സ്റ്റോറി പ്രാണവായു. പ്രാണവായു എന്ന് പറയുന്ന സ്റ്റോറിക്കകത്ത് ആധുനിക മനുഷ്യരുടെ ഒരു അപകടകരമായിട്ടുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ഡിസ്റ്റോപ്പിയൻ സ്റ്റോറിയാണ്, അതായത് ഫ്യൂച്ചറിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിൽ നമ്മൾ മനുഷ്യരുടെ അവസ്ഥ കാണുന്നത് ഈ കൊമോഡിഫിക്കേഷൻ ഓഫ് എവരിത്തിങ്, എല്ലാ കാര്യങ്ങളും കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് ഓക്സിജൻ പോലും അവിടെ കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ വികസനവും മറ്റു കാര്യങ്ങളും അതിൻ്റെ പേരിലൊക്കെ പരിസ്ഥിതി നശീകരണമൊക്കെ ഉണ്ടായിട്ട് ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം പോയി. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്, ഡൽഹിയിലൊക്കെ മലിനീകരണം വളരെ കൂടുതലാണ്, അവിടെ ശുദ്ധവായു ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ അടുത്താണ് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം, അപ്പോൾ ഓക്സിജൻ പോലും കച്ചവടവൽക്കരിക്കപ്പെടുന്നൊരു സാഹചര്യം, പിന്നെ അഴിമതിയും ഈ മനുഷ്യരുടെ അത്യാർത്തിയും മൂലമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് നമ്മൾ കാണുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 3 ചോയ്സസ് ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതിയാവും. ആദ്യത്തെ ചോദ്യത്തിൽ ഹൗ ഡസ് ദ സ്റ്റോറി ഓഫ് ദ തെയ്യം ഡാൻസർ ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ, റൈറ്റ് ആൻ അനാലിസിസ് ഫ്രം ദ സോഷ്യൽ പെർസ്പെക്റ്റീവ്. ഈ തെയ്യം ഡാൻസറുടെ സ്റ്റോറി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തെയ്യം എന്ന് പറയുന്ന ഒരു ഡാൻസ് ഫോം അല്ലെങ്കിൽ ആർട്ട് ഫോം തന്നെ ഇത്തരത്തിൽ ഈ സോഷ്യൽ സ്റ്റാറ്റസ് കോനെ ചലഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നു. നമുക്ക് 2 രീതിയിലാണ് അത് വരുന്നത്. ഒന്ന്, ഈ തെയ്യം ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണഗതിക്കുള്ള റിലീജിയസ് സെറിമണീസ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആളുകൾ അവതരിപ്പിക്കുകയും മറ്റുള്ളവർ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ തെയ്യത്തിനകത്ത് ഈ ദളിതായിട്ടുള്ള ആളുകളാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മിൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകളെല്ലാം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സാമൂഹിക വ്യവസ്ഥയുടെ ഒരു ഇൻവേർഷൻ അവിടെ വരുന്നു. ഇനിയും അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തെയ്യത്തിനകത്ത് വരുന്ന ഡെയ്റ്റീസ് അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുന്നത്, ദേവതകൾ എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് ജാതീയമായിട്ട് അടിച്ചമർത്തലുകൾ നേരിട്ട കഥാപാത്രങ്ങളാണ് തെയ്യത്തിനകത്ത് ദൈവങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രതികാരം എന്ന രീതിയിൽ പണ്ട് കാലത്ത് ജാതീയമായിട്ട് ഉള്ള പ്രശ്നങ്ങളുടെ പേരിൽ കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് ശിക്ഷകളൊക്കെ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഒരു പ്രതികാര രൂപം എന്ന രീതിയിലാണ് തെയ്യത്തിനകത്തുള്ള ദൈവങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരത്തിലും അവർക്കൊരു വൈകി ലഭിക്കുന്ന ഒരു നീതി എന്ന പോലെ, ചരിത്രപരമായൊരു നീതി എന്നതുപോലെ ജാതീയതയ്ക്ക് എതിരായിട്ടുള്ള ഒരു സന്ദേശം അതിൽ ഈ ദൈവങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇത് അവതരിപ്പിക്കുന്ന ആളുകൾ ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് എന്നുള്ള ആ ഒരു വസ്തുതയും ചേർത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വ്യവസ്ഥാപിത ഈ സാമൂഹിക ഈ സ്ഥിതിക്ക് ഉള്ള ഒരു ചലഞ്ചായിട്ട്, എതിർപ്പായിട്ട് നമ്മൾ തെയ്യം എന്നുള്ളൊരു ആർട്ട് ഫോമിനെ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ വരുന്നത് കമൻറ്റ് ഓൺ ദ ഡിപ്പിക്ഷൻ ഓഫ് കേരള ഇൻ ദ പ്രിഫേസ് ടു ദി ഐവറി ത്രോൺ ബൈ മനു എസ് പിള്ളൈ. ഇനി ഐവറി ത്രോൺ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ആദ്യകാല കേരള സമൂഹത്തെ കുറിച്ചിട്ടുള്ള എന്ത് ചിത്രമാണ് തരുന്നതെന്ന് ചോദിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു കേരളത്തിൻ്റെ ചിത്രത്തിൽ കാണുന്നത് ഹാർമണി എന്നുള്ള അല്ലെങ്കിൽ റിലീജിയസ്, സാമൂഹികമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് വളരെ മുമ്പ് തന്നെ ജൂത സമൂഹം അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹം കേരളത്തിലേക്ക് വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ
ലോകത്തെ പല ഭാഗത്തും ഇതുപോലെ മറ്റു മതങ്ങൾ വരുന്ന സമയത്ത് അക്രമവും പ്രശ്നമൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് അവരെയെല്ലാം സ്വീകരിക്കുകയാണ്, അവരെല്ലാവരും തന്നെ കേരള സമൂഹത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ സാമൂതിരിയുടെ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലെയും ഒരു കുട്ടിയെ, മുക്കുവ കമ്മ്യൂണിറ്റിയിലെ വീടുകളിലെ ഒരു കുട്ടിയെ മുസ്ലിമായിട്ട് വളർത്തണമെന്ന് സാമൂതിരി ഉത്തരവിട്ടതിനെ കുറിച്ചിട്ടൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലോകത്ത് എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ തങ്ങളുടെ കൂടെ നിർത്താമെന്നാണ് പോർച്ചുഗീസുകാർ കരുതിയിരുന്നത്. എന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ പോർച്ചുഗീസുകാരുടെ കൂടെ നിൽക്കുന്നതിന് പകരം ഇവിടുത്തെ ആളുകളുടെ കൂടെ തന്നെ നിന്നു എന്നുള്ള ഒരു ചരിത്രവും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആ ഒരു സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് ആ ഒരു കേരള കാലഘട്ടത്തിൽ പറയുന്നത് ഈ സ്ത്രീ സമൂഹത്തെ കുറിച്ചിട്ടാണ്. ഈ പ്രത്യേകിച്ചും നായർ കമ്മ്യൂണിറ്റിക്കകത്തൊക്കെയുള്ള ഈ ഒരു മരുമക്കത്തായം അല്ലെങ്കിൽ മാട്രിലീനിയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ സ്വത്തുക്കളൊക്കെ പെൺമക്കളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതി ഇവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇക്വാലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ആ ഒരു സമൂഹത്തെക്കുറിച്ചിട്ട് പറയുന്നു. പിന്നെ വസ്ത്രധാരണത്തിലുള്ള മാറ്റത്തെക്കുറിച്ച് മറ്റൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കേരളത്തിൻ്റെ ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഹെറിറ്റേജും അതുപോലെ തന്നെ ആ ഒരു കൾച്ചറും ഒക്കെയാണ് ഈ ആദ്യകാല കേരളത്തിൻ്റെ ചിത്രത്തെ കുറിച്ചിട്ട് നമുക്ക് ഈ ഐവറി ത്രോൺ എന്ന ചാപ്റ്റർ നമുക്ക് ലഭിക്കുന്നത്. ഇനി അനലൈസ് ദ ഫിലിം 1956 സെൻട്രൽ ട്രാവൻകൂർ ഇൻ ദ ലൈറ്റ് ഓഫ് മോഡേൺ ഇൻസ്റ്റൻസസ് ഓഫ് മാൻ നേച്ചർ കോൺഫ്ലിക്ട്സ്. ഇനി പുതിയ സമൂഹത്തിലും ഉള്ള മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംഘർഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈയൊരു 1956 സെൻട്രൽ ട്രാവൻകൂർ എന്നുള്ള സിനിമയെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ വൈൽഡ് കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രാതീത കാലം മുതൽ തന്നെ ആരംഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു സിനിമയെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു സിനിമയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് മൈഗ്രേഷനാണ്. ഹൈ റേഞ്ചുകളിലേക്കുള്ള മൈഗ്രേഷനും കാട് വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്യുകയും മറ്റൊക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിൽ കാട് വെട്ടിപ്പിടിക്കുക അല്ലെങ്കിലും നമ്മൾ വികസനത്തിന് വേണ്ടിയും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും നമ്മൾ പ്രകൃതി വിഭവങ്ങളെ വെട്ടിപ്പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും കാട്ടാനയോ അല്ലെങ്കിൽ പുലിയോ ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യരെന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രകൃതിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രകൃതിയുമായൊരു സംഘർഷത്തിലാണ് മനുഷ്യർ എല്ലാ കാലത്തും. ആ ഒരു തീമാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിയുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് വരും എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട. ടെക്സ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.